മാസപ്പടി കേസിലെ വിജിലൻസ് അന്വേഷണത്തെ ഹൈക്കോടതിയിൽ എതിർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ തൈക്കണ്ടിയിലും ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകൾ പരസ്യരേഖയല്ല, രേഖകളിൽ പൊതുതാൽപര്യമില്ലാത്തതിനാൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാനാകില്ലെന്നും മുഖ്യമന്ത്രിയുടെയും മകളുടെയും മറുപടി വാദം. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും വാദങ്ങൾക്ക് ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ എം എൽ എ ഓഗസ്റ്റ് 7 ഹൈക്കോടതിയിൽ മറുപടി നൽകും. കോൺഗ്രസ് എം.എൽ.എ. മാത്യു കുഴൽനാടന്റെ ഹർജിയെ എതിർത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ വീണ തൈക്കണ്ടിയിലും മറുപടി നൽകിയത്. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകൾ പരസ്യരേഖയല്ല, അതിനാൽ രേഖകളിൽ പൊതുതാൽപര്യം അവകാശപ്പെടാനാവില്ല. അടച്ചിട്ട ബോർഡ് മുറിക്കുള്ളിലെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നിയമ നടപടി സ്വീകരിക്കാനാവില്ല. കരാർ പ്രകാരം ലഭിച്ച സേവനത്തിനാണ് എക്സാലോജിക് കമ്പനിക്ക് CMRL പണം നൽകിയത്. ഇക്കാര്യം CMRL തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു. നിയമപരമായി സാധുതയില്ലാത്ത ഹർജിയിലെ ആവശ്യങ്ങൾ തള്ളണം എന്നുമായിരുന്നു പിണറായി വിജയന്റെയും വീണ തൈക്കണ്ടിയിലിന്റെയും അഭിഭാഷകന്റെ മറുപടി. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം അനുവദിക്കാനാവില്ലെന്നായിരുന്നു CMRL ഹൈക്കോടതിയെ അറിയിച്ചത്. CMRLുമായുള്ള കരിമണൽ കരാറിലെ സുപ്രധാന തീരുമാനങ്ങളെടുത്തത് UDF സർക്കാരുകളുടെ കാലത്താണ് എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചത്. സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കില്ലെന്നാണ് ഇടതു സർക്കാർ സ്വീകരിച്ച നിലപാട്. പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്നുമാണ് സർക്കാരിന്റെ വാദം. മുഖ്യമന്ത്രിയുടെയും വീണ തൈക്കണ്ടിയിലിന്റെയും സർക്കാരിന്റെയും CMRLന്റെയും വാദത്തിന് മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ ഓഗസ്റ്റ് 7 മറുപടി നൽകും. പൊതുപ്രവർത്തകനായ G. ഗിരീഷ് ബാബു നൽകിയ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. 2 ഹർജികളിലും വാദം പൂർത്തിയായതിനു ശേഷം CMRL എക്സാലോജിക് കരാറിൽ വിജിലൻസ് അന്വേഷണം വേണോ എന്നതിൽ ഹൈക്കോടതി തീരുമാനമെടുക്കും. ജസ്റ്റിസ് K. ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് 2 റിവിഷൻ ഹർജികളിലും വാദം കേൾക്കുന്നത്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.